നമസ്കാരം. അടുത്ത ലിംഗം കണ്ടു കേട്ടോ. അടുത്ത ശിവലിംഗം മുസ്ലിം പള്ളിക്കകത്ത്. അവിടെയാണല്ലോ പക്ഷേ എല്ലാ ശിവലിംഗവും അവിടെയല്ലേ ഇരിപ്പ്. മധ്യപ്രദേശിലാണ് സംഭവം. മധ്യപ്രദേശിലെ ഭോജ്ശാല എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ കമൽ മൗല പള്ളി. ആ പള്ളിയാണ് ക്ഷേത്രങ്ങളുടെ പഴയൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെ കൊണ്ടാണ് ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI അവർ കണ്ടെത്തിയിട്ടുള്ളത്. അവന് എന്താ സംഭവിക്കുക? അതിൻ്റെ അടുത്ത പരിപാടി പൊളിച്ചു കളയും. മുസ്ലിം പള്ളി പൊളിക്കുന്നു. എവിടെ? നമ്മളുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം തോന്നാറില്ല, ദുഃഖം തോന്നാറുണ്ട്. ഇങ്ങനെ ആയിപ്പോയല്ലോ ഭാരതം. കാരണം ഇന്നത്തെ അധുനാതന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള സർവ്വവിധ ആളുകളും അറബി നാട്ടിൽ പോയിട്ട് ജോലി ചെയ്തത്. ഇപ്പോൾ കേരളത്തിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ അറബി നാടാണ്. അതുമാത്രമല്ല, കലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ രീതി അതാണ്. ആക്സെപ്റ്റ് ചെയ്യും, എല്ലാത്തിനും അവർ ആക്സെപ്റ്റ് ചെയ്യും. 33 കോടി ദേവതകളുടെ കൂട്ടത്തിൽ അവർ ഹദീസിൻ്റെ ചിത്രം വെച്ച് വീടുകളിൽ കാണാം. ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രം അവർ വയ്ക്കും. ഇനി ഒരു പുതിയ ദൈവം വന്നാൽ അതിൻ്റെ ചിത്രവും വയ്ക്കും. എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട്. ഞങ്ങളുടേത് മാത്രമാണ് സത്യം എന്ന് പറയുന്നവരല്ല അവർ. അത് നല്ലൊരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പള്ളിയുടെ നേരെ ഹിന്ദുക്കൾ വിരൽ ചൂണ്ടിയെന്ന് കാണുന്ന സമയത്ത് ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കാണ്ട് ചെയ്തത് തെറ്റാണെന്ന് സ്ഥിരമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് പള്ളികളൊക്കെ തകർന്നു പോട്ടെ, കുറച്ച് പള്ളികളൊക്കെ RSSകാരും സംഘപരിവാറിൻ്റെ ആൾക്കാരും കൂടി തല്ലിപ്പൊളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയം. കാരണം കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പാണല്ലോ നമ്മുടെ കാന്തപ്പനും കോന്തപ്പനും കൂടി അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടേ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇവിടെ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം 2-3 പള്ളി പൊളിച്ച് കളയുമ്പോൾ, അതിൻ്റെ വാർത്ത വരുമ്പോൾ ഞാൻ ദൈവമൊന്നുമല്ലല്ലോ, ഞാൻ സന്തോഷിക്കും. ഇപ്പം ഈ വാർത്ത കണ്ട സമയത്ത് എനിക്ക് ഒരർത്ഥത്തിൽ സന്തോഷമാണ് തോന്നിയത്. മധ്യപ്രദേശിലെ ഇൻഡോറിനടുത്താണ് ഈ സ്ഥലം. മധ്യപ്രദേശിലെ ധർ ഭോജ്ശാല സമുച്ചയം, അവിടുത്തെ കമൽ മൗല പള്ളി, അതാണ് അവിടെ അവിടെ ഉണ്ടായിരുന്നൊരു പുരാതന ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് ചേർത്ത് വെച്ചിട്ടാണ് അവർ ഈ പള്ളി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുടങ്ങി വെച്ചതാണ്. ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളുണ്ട്. ആ അന്വേഷണത്തിൽ കിട്ടിയ കാര്യങ്ങൾ വെച്ച് സർവേകൾ നടത്തിയിട്ടുണ്ട്, അവിടെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. പഠനങ്ങൾ, അത് സംബന്ധിയായിട്ട് വിശകലനങ്ങളുണ്ട്, വാസ്തുവിദ്യ അവശിഷ്ടങ്ങളുണ്ട്, എഴുത്ത് ലിഖിതങ്ങളുണ്ട്, കലാശില്പങ്ങളുണ്ട്. ഇതെല്ലാം വെച്ച് പഠനം നടത്തിയിട്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നതെന്നാണ് അവർ വെളിവാക്കിയിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഇത്തരം കാര്യങ്ങൾക്ക് സ്റ്റാറ്റസ് കോ വെച്ച് പുലർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും മാന്തി പൊന്തിക്കുന്നുണ്ട്. ശിവലിംഗം കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള മുമ്പ് പറഞ്ഞ പറയാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും വിശകലനങ്ങളും കണ്ടെത്തലുകളുമുണ്ട്. പള്ളി പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, പലതും പൊളിച്ചു കളയുന്നുമുണ്ട്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിന് സമർപ്പിച്ച ASI റിപ്പോർട്ടിലാണ്
ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഭോജശാല കമാൽ മൗല പള്ളി തർക്കത്തിലെ ഹർജി അത് കോടതിയിൽ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ പരിഗണിക്കുന്ന സമയത്താണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ റിപ്പോർട്ട് വേണം, അതെല്ലാ കക്ഷികൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇത് സംബന്ധമായിട്ടുള്ള എതിർപ്പുകൾ, 2 ആഴ്ചക്കുള്ള എതിർപ്പുകൾ, ഇനി അത് സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, പിന്നെ റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ, ഇതൊക്കെ സമർപ്പിക്കാൻ വേണ്ടി സർവകക്ഷികളോടും അവിടുത്തെ ജഡ്ജി വിജയ് കുമാർ ശുക്ല, ജസ്റ്റിസ് അലോക് അവസ്ഥി അവരിത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള അടുത്ത വാദത്തിലേക്ക് വാദം കേൾക്കാൻ വേണ്ടി അത് മാർച്ച് 16 തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. ASI റിപ്പോർട്ടിൽ മുഴുവൻ ഘടനയും പരമാര രാജവംശത്തിൻ്റെ കാലത്തേതാണെന്ന് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. രാജാ ഭോജും അദ്ദേഹത്തിൻ്റെ പൂർവികരും ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഘടനയ്ക്ക് ഏകദേശം 950 മുതൽ 1000 വർഷം വരെ പഴക്കമുണ്ടെന്നും ഹർജിക്കാരനും ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് അതിന് സംസ്ഥാന പ്രസിഡന്റ് ആശിഷ് ഗോയൽ പറയുകയുണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് ഇപ്പോഴത്തേതാണോ നേരത്തേതാണോ എന്നത് പ്രശ്നമല്ല. ഭോജശാലയുടെ മതപരമായിട്ടുള്ള സ്വഭാവം എന്തായിരിക്കുമെന്നതാണ് അതിൽ പ്രധാനമായിട്ടൊരു കാര്യം. അനേകം വർഷങ്ങളായിട്ട് ഹിന്ദു സമൂഹം പോരാടുന്നൊരു പ്രശ്നമാണിത്. വളരെ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണിത്. പള്ളിയാണെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് നൽകണം. അതൊരു ക്ഷേത്രമായിരുന്നുവെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് വേണം. അത്രയാണ് കോടതിയോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനും അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സ്വയം വിചിന്തനം ചെയ്യാനും അതിന് 2 ആഴ്ച സമയം കൊടുത്തിരിക്കുകയാണ്. അടുത്ത വാദം കേട്ടതിന് ശേഷം ഫർദറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സുൽഫിക്കർ അലി, ഭുവൻ വിക്രം, ഗൗതമി ഭട്ടാചാര്യ, മനോജ് കുമാർ കുർമി, ഇസ്ഹാർ ആലം ഹാഷ്മി, അഫ്താബ് ഹുസൈൻ, ശംഭുനാഥ് യാദവ്, നീരജ് കുമാർ മിശ്ര എന്നിവരുടെ സംഭാവനകളോടെ ASI അഡീഷണൽ ഡയറക്ടർ ജനറൽ അലോക് ത്രിപാഠിയാണ് 10 വാള്യങ്ങളായിട്ട് 2000 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 98 ദിവസത്തെ സർവേയിൽ ഖനനം, പഠനം, കണ്ടെത്തലുകൾ എന്നിവ രേഖപ്പെടുത്താൻ സംഘം പുതിയ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ASI ആകെയുള്ള 94 ശില്പങ്ങളും ശില്പശകലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പലതും വെട്ടിമാറ്റുകയോ വികൃതമാക്കുകയോ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ഘടനയിൽ ഉപയോഗിച്ചിട്ടുള്ള ജനാലകൾ, തൂണുകൾ, ഭീം എന്നിവകൾ 4 കൈകളുള്ള ദേവതകളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവയിൽ കൊത്തിയെടുത്ത ചിത്രങ്ങളിൽ ഗണേശൻ, ബ്രഹ്മാവ്, ഭാര്യമാരോടൊപ്പം നരസിംഹം, ഭൈരവൻ, ദേവന്മാരുടെയും ദേവതകളുടെയും രൂപങ്ങൾ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. സിംഹം, ആന, കുതിര, നായ, കുരങ്ങ്, പാമ്പ്, ആമ, ഹംസം, പക്ഷി എന്നിവ വ്യത്യസ്ത മൃഗങ്ങളുടെ ചിത്രങ്ങളാണിതെന്നും പുരാണ സംയുക്ത രൂപങ്ങളിൽ കീർത്തിമുഖങ്ങൾ, മനുഷ്യമുഖം, സിംഹമുഖം, സംയുക്ത മുഖം എന്നിങ്ങനെ വിവിധ രൂപങ്ങളും വ്യത്യസ്ത ആകൃതികളിലുള്ള വ്യാളികളുടെ രൂപങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിതിന് മുമ്പുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ആ ഒരു പ്രശ്നമോട് നീട്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ പേരിൽ കുറേ രക്തം വീഴുന്നൊരവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി എന്നുള്ളൊരു കൽപ്പന കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ASIയുടെ അവരുടെ റിപ്പോർട്ട് പരിഗണിക്കുക. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനമുണ്ട് എങ്കിൽ അതിന് കുറേ മാർക്കിടും. പിന്നെ ഈ പള്ളി സമുച്ചയം അതേപോലെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന എന്താണ്
ആ പള്ളി പൊളിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന എന്താണ് എന്നിത്യാദി കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാകുമോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളൊക്കെ വിചിന്തനം ചെയ്യും. നിയമം കമ്പ്യൂട്ടർ അല്ലല്ലോ, അതിനകത്ത് പല പാരമ്പര്യ വിഷയങ്ങളും വരുന്നുണ്ട്. സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി എന്നൊരു എലിമെൻ്റ് കൂട്ടിച്ചേർക്കാൻ പറ്റും. അങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പള്ളി പൊളിച്ചു കളയേണ്ടതാണ് എന്ന് പറയാനാണ് സാധ്യത കൂടുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അവിടെ ഒരുപാട് രക്തം വീഴും. ഇത് ഒരു വലിയ കാര്യം അല്ല എന്ന് കരുതരുത്. ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുന്ന കലാപങ്ങൾ അത് പാർട്ടി കലാപങ്ങളല്ല. ഉണ്ടാകുന്ന കലാപങ്ങളിൽ 99% മതസ്പർദ്ധാ വിശേഷങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന കലാപങ്ങളാണ്. കാരണം അതൊരു വികാരമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പൊളിറ്റിക്സ് ഒരു ട്രിക്കാണ്, അതൊരു രസമാണ്. പക്ഷെ മതം അതൊരു വികാരമാണ്. അതിന് തീപിടിച്ചു കഴിഞ്ഞാൽ ഭയാനകമായിട്ട് തീപിടിക്കും. കെടാൻ സമയമെടുക്കുന്നതല്ല, കെടില്ല. പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ കൂടി ഇതുവരെ മനസ്സിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിൽ വെക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രണ്ടാനമ്മ പെറ്റ മക്കളുടെ പോലെ അവർക്കെന്നും അവജ്ഞയാണ്. എല്ലാവരും തമ്പുരാൻ്റെ മുമ്പിൽ കസേരയിട്ടിരിക്കുന്ന സമയത്ത് ഇവർ മുമ്പിലുള്ള കളത്തിലൊരു മൂലയ്ക്ക് പോയി നിൽക്കേണ്ട ഗതികേടാണ് ഇന്നും. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്നും അവർക്ക്, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കുറച്ചു കാലം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം, ഇന്ത്യ അവർക്ക് സ്വന്തം സ്ഥലമല്ല, താൽക്കാലികമായിട്ടൊരു കയ്യേറ്റം നടത്തിയ ആളുകളായിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. എവിടേക്കോ പോകേണ്ടവർ, ഇവിടെ നിൽക്കാൻ പാടില്ലാത്തവർ. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 6-7 വയസ്സുള്ള സമയം, എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് 7 വയസ്സുള്ള സമയത്ത്, അന്ന് ഞാൻ 2-ലോ 3-ലോ ഒറ്റ പഠിക്കുകയാണ്. അന്ന് എൻ്റെ അമ്മായി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൂടെയെന്ന്. അത് ദേഷ്യപ്പെട്ട് പറഞ്ഞതാണോ അത് തമാശയ്ക്ക് പറഞ്ഞാണോ എന്നറിയില്ല. അന്ന് എനിക്കുണ്ടായ വികാര വിക്ഷോഭം, ഞാൻ ഭയപ്പെട്ടു പോയിട്ടാണ് കരഞ്ഞത്. കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും എന്നെയാണ് പിന്നെ അവരൊപ്പം പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് നീ നിൻ്റെ അമ്മയുടെയും നിൻ്റെ അനിയന്മാരെയും പങ്കിട് പോ എന്ന് പറഞ്ഞപ്പോൾ അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞാണോ അല്ലാതെ പറഞ്ഞാണോ കളിയാക്കി പറഞ്ഞാണോ ഒന്നും എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അതെനിക്കൊരു ഷോക്കായിരുന്നു വാസ്തവത്തിൽ. ഇന്നും മറക്കാതെ അത് ഓർക്കുന്ന സമയത്ത് പോലും ഞാൻ എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയാമോ. അതുപോലെ ഭാരത മണ്ണിൽ, ഈ രാജ്യത്ത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നിലകൊണ്ടുവന്നിരുന്നൊരു സമൂഹം, മുസ്ലിം സമൂഹം, നാളെ മുതൽ ഇത് നിങ്ങളുടെ ഭൂമിയല്ല, നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോ എന്ന് പറയുന്ന രീതിയിലുള്ള നിയമപദ്ധതികളുമുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ജനക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾ കൂടി ആകുമ്പോൾ മാനസികമായിട്ടും അഥവാ ഭൗതികമായിട്ടും ആന്തരികമായിട്ടും ഭൗതികമായിട്ടും എല്ലാ രീതിയിലും അവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഒരു മുസ്ലിം പള്ളി പൊളിക്കുന്നത് ടർക്കിയിൽ പോയിട്ട് പറയാൻ പറ്റൂ? ഒരു ടർക്കി പള്ളി പൊളിക്കുന്നത് ഇന്തോനേഷ്യയിൽ പോയിട്ട് പറയാൻ പറ്റൂ? അറേബ്യൻ കൺട്രീസിൽ പോയിട്ട് പറയാൻ പറ്റൂ? ഈജിപ്തിൽ പോയിട്ട് പറയാൻ പറ്റൂ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത്? ഞങ്ങളുടെ പള്ളിയുടെ നേരെ വിലയുണ്ട്, കാണിച്ചു തരാം എന്നൊക്കെ പറയേണ്ട ഗതികേട് എന്തുകൊണ്ട് വന്നു? ഇവിടെ മുസ്ലിം സൊസൈറ്റിക്ക് അംഗബലം കുറവാണ്. അതേ മുസ്ലിം സൊസൈറ്റിയെ
അംഗബലം കുറഞ്ഞ മുസ്ലിം സൊസൈറ്റിയെ ജനിക്കുമ്പോഴേ തന്നെ ശത്രുക്കളായിട്ട് കാണുകയാണ് സംഘപരിവാറിൻ്റെ ആളുകൾ. കാരണം അതവരുടെ മനസ്സിൽ കുത്തി നിറച്ചു വെച്ചിട്ടുള്ള ഒരു വികാരമാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്നുള്ളത്. ആ ഒരു മനോഭാവത്തെ ലഘൂകരിക്കാൻ, ഇല്ലാതാക്കാൻ മുസ്ലിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ വിചാരിക്കണം 85-86% ഹിന്ദുക്കൾ വോട്ട് തിരിച്ച് ചെയ്ത് അവനെ തോൽപ്പിച്ചാൽ മാത്രമേ അതിന് ശമനം വരുള്ളൂ. പക്ഷെ അതേ സമയത്ത് മതിച്ചു നിൽക്കുന്ന ആനയെ മയക്കാൻ പഴവും കൊണ്ട് ചെല്ലുന്ന പോലെ ഉണ്ടായ സംഭവമാണ് അയ്യന്തോള്. എൻ്റെ ഒരു ബന്ധുരു പയ്യൻ, ഒരു വട്ടനാണ്, അവൻ കിണറ്റിൽ കാടിയ ആത്മഹത്യ ചെയ്തു. അവൻ പാപ്പന്മാർ പോലും അടുക്കാതെ നിൽക്കും. പാപ്പന്മാർ ചായ കുടിക്കാൻ പോയ സമയത്ത് അവൻ അവിടേക്ക് ഒരു 5-8 നേന്ത്രപ്പഴവും കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെന്നു. ഇവൻ ആ പഴം അതിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു, തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്തു. തുമ്പിക്കൈയിൽ കൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം അവൻ വീരശൂര പരാക്രമമായിട്ട് തിരിച്ചു നടക്കുന്ന സമയത്ത്, അതൊരൊന്നും ചെയ്തില്ല ആന. തിരിച്ചു നടക്കുന്ന സമയത്ത് ആന ആ പഴം താഴെ ഇട്ടിട്ട് ഒരു ചിഹ്നം വിളിയോടുകൂടി ഇവൻ്റെ പുറകിൽ അടിച്ചു, തുമ്പിക്കൊണ്ട് അടിച്ചു. ഇവൻ തെറിച്ച് വീണു, താഴ്ത്തേക്ക് വീണു, മുട്ടുപൊട്ടി, മുഖം പൊട്ടി, ഇതൊക്കെ ഉണ്ടായി എന്നർത്ഥം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നേരെയാവില്ലടാ, നിന്നെ സ്നേഹിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടവൻ. ഈ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. RSSനെ ഇവർ മെരുക്കാൻ നോക്കുകയാണ്. മതം പൊട്ടി നിൽക്കുന്ന RSSനെ 2, 3, 4, 8 നേന്ത്രപ്പഴം കൊടുത്ത് മെരുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. അങ്ങനെ മെരുക്കി അവരവരുടെ കാര്യം സുരക്ഷിതത്വം ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അത് നടക്കില്ല. അതിൻ്റെ രൂപരേഖകളാണ് ഇപ്പോൾ ഈ കണ്ടുവരുന്നത്. ഇവിടെ പോയിട്ട്, ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ വലിയൊരു സമൂഹത്തിൻ്റെ തോളത്താണ് കയറിയിരിക്കുന്നത്. ഹിന്ദുത്വ സമൂഹം, തീവ്രവാദ സമൂഹത്തിൻ്റെ. ഇവർ നാളെ പറയുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ നന്നായി, ഞങ്ങളുടെ അടുത്ത് നിന്ന് മാപ്പ് ചോദിച്ചു, ഇനി അവരെ ദ്രോഹിക്കരുത്, അവരെ പള്ളിയിലേക്ക് വിരൽ ചൂണ്ടരുത് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ വട്ടപൂജ്യമാക്കി മാറ്റിക്കളയും ആ ആളുകൾ, എടുത്ത് വലിച്ചെറിയും. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബാക്ക് ഫുട്ട് അടിച്ച് നിൽക്കുക. ഹിന്ദുക്കളാണെ പറയുക, ഭഗവാനെ ഇതേ കാണിക്കണ കണ്ടില്ലേ, ഞങ്ങളുടെ അമ്പലങ്ങൾ തകർക്കുന്നു, ഞങ്ങളുടെ അമ്പലങ്ങൾ പൊളിച്ച് പള്ളി പണിയുന്നു, പ്രാർത്ഥിക്കുക. ഇതുപോലെ മുസ്ലിങ്ങൾക്കും പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയാൻ പോവുകയാണ്, ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഭഗവാനെ, സങ്കടമുള്ള അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാതെ അവരെ കാല് പിടിക്കാൻ പോയപ്പോൾ അത് വലിയൊരു ഭവിഷ്യത്ത് അവർക്ക് ഉണ്ടാക്കി വെക്കുന്ന നേരത്തെ പ്രവചിച്ചവനാണ് ഞാൻ. അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാവുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ എനിക്കത് സന്തോഷം പകർന്നു എന്ന്. അപ്പോൾ ഇവിടെ നടമാടുന്ന മുസ്ലിം വിരോധം ഇനിയും അതുപോലെ തുടരും എന്നർത്ഥം. നമസ്കാരം.